പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് പറഞ്ഞു സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ലെന്ന്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഞാൻ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർക്കുകയാണ്. ഈ പ്രാർത്ഥന കാത്തിരുന്ന് ശിരസമിച്ച് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോകുന്നിടത്തെല്ലാം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഞാൻ ഉണ്ടാകുന്ന നല്ല ചില കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവവേദനെ നിന്റെ ഉച്ചയും മൂർത്താവിൽ കർത്താവ് ചുംബിക്കുകയും തൻ്റെ അണിപ്പെടുതാകുന്ന അത്ഭുതകരം കൊണ്ട് നിന്റെ കൈകളെ കർത്താവ് ഷേക്ക് ചെയ്യുകയും നിനക്ക് കർത്താവ് ആശംസകൾ നേർന്നുകൊണ്ട് നിന്റെ ജീവിത വഴികളിൽ നീ എവിടെ പോയാലും ആരെ കണ്ടാലും അവിടെ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കാനും മാതാവിൻ്റെ മധ്യസ്ഥം നിനക്ക് ലഭിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂടെ പാടുള്ള വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ ചെവി പറയും മാത്സ് പോലാണ്, ഇംഗ്ലീഷ് പോലാണ്, അത് കുറേ വിഷയങ്ങൾ പറയും. അപ്പം അവർക്ക് പേടിച്ചിട്ടാണ് അവർ പറയണത്. അങ്ങനെ പേടിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ഇപ്പോഴേ. അമ്മേ, അവിടെ കഴിവിനേക്കാൾ ഉപരി അവിടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ ആ കടമ്പുകളെല്ലാം കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണം. എന്തെല്ലാം പരീക്ഷകൾ, എന്തെല്ലാം ഇൻ്റർവ്യൂകൾ, എന്തെല്ലാം അഭിമുഖങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നീ പറയേണ്ട കാര്യങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു. അത് ഉത്കണ്ഠപ്പെടേണ്ട, നീ പറയേണ്ടത് എന്താണെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നവർ എത്ര ഇൻ്റർവ്യൂ ആണ് കർത്താവേ. ഒന്നും ചോദിക്കാതെ വിടുകയും അതേസമയം ജോലി കൊടുക്കുകയും ചോദിക്കുമെന്ന് ഓർത്ത് ഭയപ്പെട്ട ചോദ്യത്തെ ചോദ്യകർത്താവ് വിഴുങ്ങിക്കളയുകയും നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം കർത്താവ്. യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവിടെ ബിസിനസ് തകർന്നു, അവിടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ
ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ഇഴഞ്ഞു കിടക്കുന്നൊരു മനുഷ്യനുണ്ട്. ഇഴഞ്ഞു കിടക്കുന്നൊരു ജീവി, അത് സർപ്പമാണ്. സർപ്പം വെളിപാട് പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ലൂക്കാൻ്റെ പുസ്തകത്തിലുണ്ട്, മർക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട്. സർപ്പം എല്ലായിടത്തേക്കും നിറഞ്ഞിരിക്കുന്ന ബൈബിളിൽ. ഇവിടെ ഒരു വ്യത്യാസമുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലർ സർപ്പം കയ്യിലെടുക്കും, ചിലർ സർപ്പത്തെ കയ്യിലെടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പമുണ്ട് എല്ലായിടത്തും. ഇപ്പം ഈശോ പറയത്തില്ലേ സർപ്പം, ഇപ്പം അവ പറയത്തില്ലേ സർപ്പം എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും സർപ്പമുണ്ട്. സർപ്പം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് ചിറക് നൽകപ്പെട്ടെന്ന് വെളിപാട് 12 പറയുന്നില്ലേ. പുരാതന സർപ്പം ഒന്ന് യോഹന്നാൻ വെളിപാടിൽ വിളിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കണ. അപ്പോൾ ഇതിന് ഈ സർപ്പത്തിനെ കൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു വന്നതിന് ശേഷം സർപ്പത്തിനെ കൈകാര്യം ചെയ്യണ കാണാം. ക്രിസ്തു അപ്പോസ്തലന്മാർക്കൊരു അധികാരം കൊടുക്കും. അവർ എന്താണ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മർക്കോസിന്റെ 16:18 വരുമ്പോഴും സർപ്പമുണ്ട്. മർക്കോസ് 16:18, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ സർപ്പം കയ്യിലെടുത്തവരുമുണ്ട്, സർപ്പത്തെ കയ്യിലെടുത്തവരുമുണ്ട്, അല്ലേ? ഹവ്വാനെ സർപ്പം പറ്റിച്ച് കയ്യിലെടുത്തു, പിശാച് മനുഷ്യനെ കയ്യിലെടുത്തും. അതുപോലെ തന്നെ സർപ്പത്തെ കൈകാര്യം ചെയ്ത ആൾക്കാരുണ്ട്. അതന്നെ അതിന് ആത്മീയ അധികാരം വേണമെന്നാണ് ഈശോ ലൂക്ക 10:9 പറയണം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സത്യവും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന്, അധികാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരും. അപ്പോൾ അത് സ്പിരിച്വൽ സെൻസാണ്. ഇപ്പോൾ സർപ്പം പോലെ ഇരിക്കണ, ഇപ്പോൾ സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. ഇപ്പോൾ ചില അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരില്ലേ, അവർ 10 പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യണവരുണ്ട്. വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. 2 കാര്യവും സർപ്പത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ കമ്പനികളിലും സ്കൂളിലും എല്ലായിടത്തും നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അവരൊക്കെ പാരയും സൂചിയും ഒക്കെ വെക്കും പലതരത്തിൽ. അവർക്കത് അറിയത്തുള്ളൂ, അതാണ് വിഷയം. പക്ഷെ നമ്മളെ ഇതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അവർക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും, ചില കേസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിനെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യിപ്പിക്കുക. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നമ്മുടെ ആത്മീയ അധികാരം വർദ്ധിക്കണം. ആധ്യാത്മിക അധികാരം എന്ന് പറയുമ്പോൾ മരണം അർത്ഥവത്തായിട്ട് കർത്താവിനെ മരണം പ്രഖ്യാപിച്ചു, ഉയർപ്പി വിശ്വസിച്ചു, വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ എന്താ വരവ് പ്രത്യാശിച്ചു. അങ്ങനെ വിശ്വാസ ദിവരഹസ്യങ്ങളെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അധികാരം വർദ്ധിക്കുന്നത്. ക്രിസ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങണത്. അധികാരം വർദ്ധിക്കണമെന്ന് നമുക്ക് അധികാരം തരികയല്ല, ഒരു സർട്ടിഫിക്കറ്റ് തരികയല്ല, മറിച്ച് ഒരു അപ്പോയിൻമെൻറ്റും അല്ലത്. മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അത് ഈശോ പറയണത്. ഞാനല്ല, എൻ്റെ പിതാവാണ് എന്നിൽ പ്രവർത്തിച്ച് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അനുഗ്രഹ ലെവലിൽ നിന്ന് മാറി അഭിഷേക ലെവലിൽ വന്നു, അതിനേക്കാൾ ഉയർന്ന് അധികാര ലെവലിലേക്ക് വരണം. സർപ്പങ്ങളെ കീഴടക്കാൻ അതാണ് മാർഗം. അപ്പോൾ നോൻപ് കാലം പറ്റിയൊരു കാലമാണ്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ മനസ്സായി യോജിച്ച് ജീവിതം കൊണ്ട് അതിനകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു സ്വാഭാവിക ശക്തി കിട്ടും. അപ്പോൾ പലരും സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണവർ
ഒറ്റയ്ക്കായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, പക്ഷേ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആ സിറ്റുവേഷൻ അവർ അധികാരത്തോടെ തന്നെ കൈകാര്യം ചെയ്യും. ഉടമ്പടി പോലെ മനുഷ്യൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ നല്ലത് ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ഇനി ഉടമ്പടിയിലാണെങ്കിൽ അനുഗ്രഹത്തിന് തലം വിട്ട്, അഭിഷേക തലം വിട്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശാന്തമായ മരുഭൂമിയിലേക്കാണല്ലോ പോണത്. അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടുമരണമായിരിക്കുക. അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ ടു ടേക്ക് സോറോ ടു, അത് ജോബിൻ്റെ കാറ്റഗറിക്കൽ ക്വസ്റ്റ്യനാണ്. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്. എന്താണ്? കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇപ്പം കെട്ടിച്ച പെണ്ണുങ്ങൾ കെട്ടണമെങ്കിൽ തന്നെ മനസ്സിൽ തീരുമാനിക്കും, ഞാനൊരു കാരണവശാൽ അവിടെ പൊറുക്കത്തില്ല, വീട്ടിൽ തന്നെ പൊറുക്കത്തുള്ളെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ചു വരുകയും, അന്നേരം ആരോടും പറയത്തില്ല, കെട്ടിയാൽ പിന്നെ ഇവൾ പോകത്തില്ല. എന്താ കാര്യം? ഇതിവിടെ താമസിച്ച് അവിടെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം. അവൻ്റെ ജീവിതം കോഞ്ഞട്ടെ, അത് പോയി. എത്ര മനുഷ്യരെ നശിപ്പിച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പൗഡർ ഇട്ടൊക്കെ മിടുക്കനൊക്കെ നടന്നിട്ട് കാര്യമില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിന് ഭീരുത്വമാണ് പിന്നിലെല്ലാം വരണതില്ല വിഷയങ്ങളെല്ലാം. അപ്പം ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഇപ്പം നീ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചിലപ്പോൾ ഒന്ന് ടേംസായി പോകാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. ഇപ്പോൾ കണ്ട ഈശോ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ? അത് നെഞ്ചത്തിടിച്ചും തരുന്നത്, അയ്യോ ഞാൻ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിങ് വരുന്നുണ്ടല്ലോ. ഈ ജോർദാൻ നദീമുഖത്ത് നിന്ന് യൂദയ മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഇല്ലേ? ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയണത് എന്താണ്?
ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന്, ട്രാൻസിഷനിൽ വരേണ്ടത്. ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ്. ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ, പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും, ഷിഫ്റ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഷിഫ്റ്റിങ്ങിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും, ചിലർക്ക് പ്രതിരോധിക്കാം, കയർക്കാം. ആ കയർക്കും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം, പക്ഷെ വളരത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല. അതാണ് ഏറ്റവും വലിയ. എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറയും. കാര്യം ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഉടമസ്ഥാവകാശമൊക്കെ ദൈവം എഴുതിത്തള്ളും. നിസ്സാര കാര്യം. അതാണ്, ഉടമസ്ഥനാണെങ്കിൽ ദൈവത്തിന് അഭിമാനം ഉണ്ടാകും. ഈ രണ്ട് ഉടമസ്ഥരെ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്. എന്തൊക്കെയാണ്? ഒന്ന് യേശു, ഒന്ന് ജോബും. ജോബിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനെ കണ്ടോ? ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് രണ്ടും ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും. അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ, ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും, ജോബും അതുപോലെ തന്നെ ഈശോയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവം ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, ഓണർഷിപ്പ് സംഭവിക്കില്ല. അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ്. ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം, വെടി വേണേൽ പെടി കൊടുക്കാം, പുക വേണേൽ പുക കൊടുക്കാം, പൂ വേണേൽ പൂ കൊടുക്കാം, തിരി വേണേൽ തിരി കൊടുക്കാം. ഈ നക്കാപ്പിച്ച സാധനങ്ങളെല്ലാം കൊടുക്കും. എന്നിട്ട് ദൈവത്തിന് അടിച്ചു മാറ്റാവുന്ന ഇങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്തജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാനത ഓണർഷിപ്പിലേക്ക് വരത്തില്ല. ഓണർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട, ഈ ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢിയാനും ബുദ്ധിമാനെന്ന് പറയണത്. ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും. ബുദ്ധിമാനായ എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ ഏറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിന് ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത്. കൂടാതെ അമ്മയുടെ കയ്യിൽ ആകെ വിരലുകളെല്ലാം നഖം എല്ലാം പഴുത്ത് വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജലവും ദുർഗന്ധമൊക്കെ വരുമായിരുന്നു. അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആ കയ്യിലുണ്ടായിരുന്ന ആ പഴുപ്പും എല്ലാം മാറി ഇപ്പോൾ നല്ല നഖമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ സഹോദരൻ പോയി 2 മാസങ്ങൾക്ക് ശേഷം സഹോദരൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും പുറത്തേക്ക് പോകാനുള്ള പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് ശരിയാക്കി 3-4 മാസം കഴിഞ്ഞു. ഏറ്റവും കിട്ടിയ അനുഗ്രഹം എന്ന് പറയാൻ ഇന്നലെ ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യം, കഴിഞ്ഞ 3-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് മെഡിക്കൽ എടുക്കാനായിട്ട് പോകുന്നത്. ഈ മെഡിക്കൽ എടുത്തതിന് ശേഷം ശരിക്കും ഇവിടെ അവധി ദിവസങ്ങളായിരുന്നു കൂടുതലും. ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്നലെ ഇന്നാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഇന്നലെ ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് ഞാനിങ്ങോട്ട് വരുന്നുണ്ട് സാക്ഷ്യം പറയണമെന്ന്. ഇതിന് ശേഷം വൈകുന്നേരം ഒരു 8 മണിയായപ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നത്,
ഞങ്ങളുടെ എല്ലാവരുടെയും വിസ ഇമെയിലിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത് തന്നെ പോകാൻ പറ്റുമെന്ന്. ഇതുകൂടാതെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ പ്ലെയിൻ ടിക്കറ്റിൻ്റെ അപേക്ഷിച്ചതുകൊണ്ട് അത് ഇന്നലെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ കാനഡയ്ക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് 3 കുട്ടികൾക്കും പോകണമെങ്കിൽ തന്നെ ഒരാൾക്ക് 2 ലക്ഷം രൂപ മേലെ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ലക്ഷങ്ങളുമാവും. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഞങ്ങളിപ്പോൾ പോകുന്നില്ല, സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ, കാരണം അപ്പോഴാണ് ഇതിൻ്റെ പൈസ ഒന്ന് കുറയുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഓഫർ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നലെ രാത്രി അങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫർ വരികയും അവർക്ക് വെറും സഹോദരൻ്റെ ഭാര്യയ്ക്ക് വെറും 90,000 റുപ്പീസിനും സഹോദരൻ്റെ പിള്ളേർക്ക് 72,000 റുപ്പീസിനും വിസ ലഭിക്കുകയുണ്ടായി. അവർ ഈ മെയ് 30-ാം തീയതി വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കണ്ണിലെപ്പോഴും കുരുക്കൾ വരുമായിരുന്നു, ചൊറിച്ചിൽ അലർജി ഉണ്ടായിരുന്നു. തൈലം പറ്റി പ്രാർത്ഥിച്ചത് വലുതായിട്ട് ആ ചൊറിച്ചിലെല്ലാം മാറി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവും തിരുക്കുമാരനും വഴി എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാൻ ഗോവയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബർ 4-നാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മമ്മിയുടെ കാലിന് വെരിക്കോസിൻ്റെ പ്രോബ്ലം കൊണ്ട് 2 വട്ടം ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് കൃപാസന മാതാവിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് സൗഖ്യം തരും, ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ മമ്മിയെ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, ഞാൻ ഗോവയിലായിരുന്നതുപോലെ മമ്മി ഇവിടെ നാട്ടിലായ വീഡിയോ കോൾ ചെയ്ത് ഞാൻ എന്നും കാണും കാല് ഒത്തിരി വ്രണമായിട്ടിരിക്കുമായിരുന്നു. പല ഹോസ്പിറ്റലുകളിൽ കാണിച്ച്, അപ്പോൾ ഡോക്ടർമാർ ബയോപ്സി ചെയ്ത് അങ്ങനെ ഓരോ പ്രോബ്ലങ്ങളായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഒത്തിരി കരഞ്ഞ്. കാരണം ഈ കൊറോണ ടൈമിൽ എൻ്റെ പപ്പ മരിച്ചുപോയി. അത് കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മ ഒത്തിരി ഞെരുക്കുന്ന വേദനകളിലൂടെയാണ് ഞാൻ കടന്നത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഇനി മമ്മിയും കൂടി ഉള്ളൂ, ഞങ്ങളെ അനാഥരാക്കരുതെന്ന്. അതേമാതിരി എൻ്റെ മമ്മിയുടെ വെരിക്കോസിന് വ്രണം മാറുകയാണ് മൊത്തമായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മോൻ്റെ പേര് അഗസ്റ്റിൻ. ആ കുട്ടി 2ാം നിലയിൽ നിന്ന് വീണ് എൻ്റെ അടുത്തേക്ക് വന്ന് 2 കൈ നിറച്ച് ചോര, മേലൊക്കെ ചോരയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കയ്യിലൊരു മുറിവുണ്ട്. കൈ കാണിച്ചു കൊടുത്തടാ. കയ്യിലൊരു മുറിവ്, ഒരിത്തിരി അത്യാവശ്യം സ്റ്റിച്ചിടേണ്ട ഒരു പരുവത്തിലുള്ള മുറിവാണ്. 2ാം നിലയിൽ നിന്ന് വീണതായതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടിയായി. കാരണം എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളതുകൊണ്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ മൊത്തം തിരിച്ചും മറിച്ചും ഓരോ കൈയും കാലും എല്ലാം നോക്കുന്നു, എന്തെങ്കിലും ഫ്രാക്ചറോ വല്ലതും ഉണ്ടോയെന്ന്. അപ്പം കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ചോദിച്ച്, ഛർദ്ദിച്ചോ മോനെ, ബോധം പോയോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് വരെ അതിശയം, ഇതെങ്ങനെയാണ് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കിട്ടിയതെന്നുള്ളത്. കഴിഞ്ഞിട്ട് കയ്യിലുള്ള മുറിവിന് സ്റ്റിച്ചിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, ഇത്രയും 2 നിലയിൽ നിന്ന് വീണിട്ട് എൻ്റെ മോന് മാതാവ് ഒരു അബദ്ധം വരുത്തിയില്ല. അപ്പം ഈ ചെറിയൊരു മുറിവ് വലിയ കാര്യമല്ല, അതങ്ങ് സ്വന്തം ഉണങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, മരുന്ന് മാത്രം തന്നാൽ മതിയാ, അഥവാ സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ കൊച്ചിന് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും തന്നു വിട്ട്. പക്ഷേ ഞാൻ എൻ്റെ മോന് പെയിൻ കില്ലർ കൊടുത്തില്ല, ആൻറ്റിബയോട്ടിക്സ് മാത്രമേ കൊടുത്തുള്ളൂ. എൻ്റെ മോൻ്റെ വേദന മാതാവ് ഏറ്റെടുത്തു. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് സ്വന്തമായിട്ടൊരു കമ്പനി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ കുറേ നാൾ കൊണ്ട് പലയിടങ്ങളിലും സ്ഥലം നോക്കും, കമ്പനി നോക്കും ഒക്കെ ചെയ്തു. പക്ഷേ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും വലിയ വിലകളാണ് ഓരോ സ്ഥലത്തും പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു 1.5 വർഷം മുന്നോട്ട് പോയി. പുള്ളി മനസ്സുമെടുത്ത് ലാസ്റ്റ് ഒരു സ്ഥലം മേടിച്ച്, ഞാനും അമ്മയൊന്നും എതിർത്തില്ല, കാരണം ഞങ്ങൾക്കറിയാം കുറേ ട്രൈ ചെയ്തതാണെന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു കമ്പനി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേപ്പറൊന്നും ശരിയല്ലായിരുന്നു.
പിന്നെ അവർ തന്നെ തിരിച്ചു വന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ആ കമ്പനി വാങ്ങിക്കുകയും ചെയ്തു. അതേമാതിരി ഒരു സ്ഥലവും, കാരണം ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ല ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരു സ്ഥലം വാങ്ങിച്ച് ഇപ്പോൾ അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നവംബർ 4 ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ വീടിൻ്റെ പണിയൊന്നും നടത്തി തന്നെയെന്നൊന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചില്ല. കാരണം ഞാൻ ആലോചിച്ച് ഇത്രയും നടത്തിയ മാതാവിനെല്ലാം അറിയാലോ, അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവിൻ്റെ ഇഷ്ടം ഞാനത് ഉടമ്പടിയിൽ വെക്കണം എന്നുള്ള. കാരണം അതിൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇത്തിരി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതും ഉടമ്പടിയിൽ വെച്ച്. പിന്നെ വേറൊരു കാര്യം, ഞാൻ 2019 ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ മൂത്ത മോൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു 5-6 മാസം കണ്ടിന്യൂസ് ആയിട്ട് അത് ഉണ്ടായിരുന്നു, അത് മാറുന്നില്ലായിരുന്നു. അതാണ് കാരണം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ കാണാതെയായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മുഴ വന്ന്. അപ്പം മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ആ മുഴ വീണ്ടും വന്നല്ലോ, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട് മോനെ, നീ ആ മുഴയെക്കുറിച്ച് നീ വിഷമിക്കണ്ട, ആ മുഴ മാറിക്കോളും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് മോൻ പറയുന്നു, മമ്മി ആ മുഴ കാണുന്നില്ല, ആ മുഴ എവിടെ പോയിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആ മുഴ മാതാവ് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു.